കൊല്ലം കൊട്ടിയം ചാത്തന്നൂർ പറവൂർ റൂട്ടിൽ കെഎസ്ആർടിസി ബസ് സർവീസ് നടത്തുന്നതിൽ സ്വകാര്യ ബസ്സുകൾ പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി ആരോപണം. ഗതാഗത വകുപ്പ് മന്ത്രി നേരിട്ട് അനുവദിച്ച് സർവീസ് നടത്താനാകാതെ പ്രതിസന്ധിയിലാണ് കെഎസ്ആർടിസി ബസ്. 2024 ഒക്ടോബറിലാണ് പറവൂർ ചാത്തന്നൂർ കൊട്ടിയം റൂട്ടിൽ ചാത്തന്നൂർ സ്കൂളിലെ അധ്യാപകരുടെ നിർദ്ദേശപ്രകാരം മന്ത്രി ഗണേഷ് കുമാർ ഈ റൂട്ടിൽ ഒരു ബസ് അനുവദിക്കുന്നത്. കൊട്ടിയത്ത് നിന്ന് വരുന്ന സ്വകാര്യ ബസ്സുകൾക്ക് തിരുമുക്ക് ജംഗ്ഷൻ തിരിഞ്ഞ് പറവൂരിലേക്ക് സർവീസ് നടത്തുന്നതിനുള്ള പെർമിറ്റാണ് നൽകിയത്. എന്നാൽ അത് ലംഘിച്ചുകൊണ്ട് ഇവർ ചാത്തന്നൂരിലെത്തുകയും കെഎസ്ആർടിസി ബസിനെ ഓവർടേക്ക് ചെയ്ത് അതിൽ നിന്ന് യാത്രക്കാരെ വിളിച്ചിറക്കി പ്രൈവറ്റ് ബസ്സിൽ കൊണ്ടുപോവുകയുമാണ്. കുട്ടികളിൽ നിന്നും അമിതമായ തുക ഈടാക്കിയും കൺസെഷൻ നൽകാതെയുമാണ് ഇവർ ഈ അതിക്രമം കാട്ടുന്നതെന്നാണ് പൊതുപ്രവർത്തകയായ കവിത പറയുന്നത്. കഴിഞ്ഞ 2024 ഒക്ടോബർ 23 ആ വണ്ടി ഓപ്പൺ ചെയ്തത് കുട്ടികൾക്കായിട്ടുള്ള. ആ വണ്ടി ഇപ്പോൾ പ്രൈവറ്റ് ബസ്സുകാർ, പെർമിറ്റില്ലാതെ ഓടുന്ന പ്രൈവറ്റ് ബസ്സുകാർ അവർ നിരന്തരം ട്രാൻസ്പോർട്ട് ജീവനക്കാർ അസഭ്യം പറയുകയും കൊട്ടിയത്തു നിന്നായാലും ചാത്തന്നൂരിൽ നിന്നായാലും പരൂരത്തേക്കായാലും അവർ യാത്രക്കാരെ എടുക്കാൻ സമ്മതിക്കത്തില്ല. അവരെ കുറുക്കിടലും ഈ വണ്ടി അവർ ഓടാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ നിരന്തരം ഒരു ശല്യമായിക്കൊണ്ടിരിക്കുകയാണ്. ആ കൊല്ലം ആത്തേക്ക് 2 വട്ടം മാസ് പെറ്റീഷൻ കൊടുത്തു എല്ലാവരും കൂടെ ചേർന്ന്. ഈ പെർമിറ്റില്ലാതെ വണ്ടികൾക്കെതിരെ കർശനമായ നടപടി എടുക്കണമെന്ന് അദ്ദേഹം നടപടി എടുത്തെന്ന് ഞങ്ങളടുത്ത് പറഞ്ഞെങ്കിലും ആ വണ്ടി പിന്നും ഓടിക്കൊണ്ടിരിക്കുകയാണ്. മോട്ടോർ വാഹന വകുപ്പിന് നിരവധി തവണ പരാതി നൽകിയെങ്കിലും സ്വകാര്യ ബസ്സുകളെ നിയന്ത്രിക്കാൻ ഇവർക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഈ സ്ഥിതി തുടർന്നാൽ മന്ത്രി നൽകിയ കെഎസ്ആർടിസി ബസ് തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ റൂട്ടിലൂടെ ഓടിക്കാൻ കഴിയാത്ത അവസ്ഥയും ഇത് നിർത്തലാക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എത്രയും പെട്ടെന്ന് ഇതിനൊരു നടപടി അധികാരികൾ കൈക്കൊള്ളണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കേരള വിഷൻ ന്യൂസ്, കൊല്ലം.